പ്രിയപ്പെട്ട പത്നി സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ മുനാഫിഖുകൾ അപവാദ പ്രചരണം തൊടുത്തുവിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലേക്ക് സ്വഹാബത്തിനെ മൊത്തം ഒരുമിച്ച് കൂട്ടി എല്ലാവരോടും വരാൻ പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്, സുദീർഘമായ ഹദീസാണ്. ഞാൻ വിഷയത്തിന്റെ കാതൽ മാത്രം പറയാം. എല്ലാവരും വന്ന് പള്ളിയിൽ നിറഞ്ഞിരുന്നു. ഔസ് ഗോത്രക്കാരിൽപ്പെട്ട ഒരു നേതാവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ, തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആള് ഞങ്ങളെ കൂട്ടത്തിലാണെങ്കിൽ തങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്തേക്കും. ഞങ്ങളെ സഹോദരന്മാരായ ഖസ്റജ് ഗോത്രക്കാരെ കൂട്ടത്തിലാണെങ്കിൽ ആളെ കാണിച്ചു തന്നാൽ മതി, ഞങ്ങളവന്റെ കഥ കഴിക്കും. അപ്പൊ ഖസ്റജ് ഗോത്രത്തിൽ നിന്നൊരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യൂല, ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങളൊന്നും ചെയ്യൂല. അവര് കുടുംബം എന്ന നിലക്ക് രണ്ട് ചേരിയായി തിരിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് പരസ്പരം വാഗ്വാദം നടത്താനല്ല നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ഈ വിഷയത്തെപ്പറ്റി എന്ത് തീരുമാനം ഞാൻ എടുക്കണമെന്നും അറിയാനല്ല വിളിച്ചു വരുത്തിയത്. പക്ഷേ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ നിങ്ങൾ ക്ഷമയോടെ വർത്തിക്കണം, സഹനത്തോടെ കാത്തു നിൽക്കണം. ഞാൻ കാരണമായിട്ട് നിങ്ങൾ പക്ഷം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിണങ്ങരുത്. വലിയ വാക്കേറ്റത്തിന് തുടക്കം കുറിച്ചപ്പോഴേക്ക് തന്നെ തങ്ങളത് തച്ച് കെടുത്തി, മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല. ആ രണ്ട് ഗോത്രക്കാരെയും ഐക്യപ്പെടുത്തി ഇണക്കി ചേർത്ത് കോർത്തുകൊണ്ട് നടന്നത് ഏറ്റവും വലിയൊരു ചർച്ചയായി രാജാക്കന്മാർക്കിടയിൽ. കാരണം ഔസും ഖസ്റജും തമ്മിലടിച്ച കാലത്തുള്ള യുദ്ധങ്ങളും പോരാട്ടങ്ങളും കലഹങ്ങളും വാഗ്വാദങ്ങളും വലിയ ചർച്ചയായിട്ട് തന്നെ ലോകത്ത് നിലനിന്നിരുന്നു. അത് മുഴുവനും അവസാനിപ്പിച്ച് ഒരാള് മറ്റൊരാളെ കാണുമ്പോ നോക്കുകയും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുകയും കൈകൊടുത്ത് മുസാഫഹത്ത് ചെയ്യുകയും സലാം പറയുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരേ വീട്ടിൽ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങുകയും ഒരേ വീട്ടിൽ രണ്ടുപേരും കയറി താമസിക്കുകയും ഇങ്ങനൊരു വലിയ മാറ്റം കണ്ടപ്പോഴേക്ക് പരിസരത്തുള്ള ആളുകൾ മുഴുവനും ചിന്തിച്ചു, വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വരുത്തിയ ഏറ്റവും വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനം ഈ